ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഡിമാൻഡ് സ്കെഡ്യൂൾ, ഹൗസ് ഹോൾഡ് ഡിമാൻഡ് സ്കെഡ്യൂളും മാർക്കറ്റ് ഡിമാൻഡ് സ്കെഡ്യൂളിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഓഫ് എ കമ്മോഡിറ്റി എക്സ് ഓഫ് 3 households ആർ ഗിവൺ ബിലോ. അതായത് ഒരു കമ്മോഡിറ്റി, അരി എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി, റൈസ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി, 3 വീടുകളിൽ അതിൻ്റെ ഉപയോഗമാണ് നമുക്ക് തന്നേക്കുന്നത്. ഹൗസ് ഹോൾഡ് 1-ൽ ഈ കമ്മോഡിറ്റിയുടെ ഉപയോഗത്തിൻ്റെ ഒരു ഫംഗ്ഷൻ 50 - 5px, ഹൗസ് ഹോൾഡ് 2-ൽ അതിൻ്റെ ഫംഗ്ഷൻ 50 - 6, ഹൗസ് ഹോൾഡ് 3-ൽ 50 - 3px. പി എക്സിൻ്റെ വാല്യൂ, അതായത് പ്രൈസിൻ്റെ വാല്യൂ 5 രൂപ, 4 രൂപ, 3, 2, 1 അങ്ങനെ പലതായിട്ട് നമുക്കതിൻ്റെ വ്യത്യാസങ്ങൾ തന്നിട്ടുണ്ട്. പ്രിപ്പയർ ദ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് സ്കെഡ്യൂൾ. ആദ്യം കാണേണ്ടത് ഓരോ വീടുകളിലെയും ഡിമാൻഡ് സ്കെഡ്യൂളാണ്. അപ്പോൾ ഞാൻ അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് കോളം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കണം. എന്നിട്ട് പ്രൈസ് നമുക്ക് പറഞ്ഞേക്കണ ഏതൊക്കെയാണ്? 5, 4, 3, 2, 1. പ്രൈസ് 5, 4, 3, 2 and 1. ഇനി പ്രൈസ് 5 ആകുമ്പോൾ ഓരോ വീടുകളിലെയും ഡി എക്സ്, ഹൗസ് ഹോൾഡ് 1, ഹൗസ് ഹോൾഡ് 2, ഹൗസ് ഹോൾഡ് 3യുടെ ഡിമാൻഡ് സ്കെഡ്യൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ പിയുടെ അവിടെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 50 - 5 × 5, 50 - 25, ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അടുത്തത് നോക്കാം. 50 - 5 × 4, 50 - 5, 4 is 20. ഉത്തരം 30. 50 - 5 × 3, 50 - 15, that is 35. 50 - 5 × 2, 5 × 2 is 10. 50 - 10, 40. 50 - 5 × 1, 5 × 1. അപ്പോൾ 50-ൽ നിന്ന് 5 കുറക്കുമ്പോൾ 45. അതുപോലെ ഡിമാൻഡ് സ്കെഡ്യൂൾ 2 നോക്കണം. 50 - 6px ആണ്. സോ 50 - 6 × ഈ 5 എത്രയാണ്? 5, 6 30. 50 - 30, 20. 50 - 6 × 4, 24. 50 - 24, that is equal to 26. അടുത്ത dx3 കാണാൻ വേണ്ടിയിട്ട് ഈ പി ഓഫ് എക്സിൻ്റെ അവിടെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 50 - 3 × 5, 50 - 15, 35. അങ്ങനെ നമുക്ക് നമ്മളുടെ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് സ്കെഡ്യൂൾ ലഭിച്ചു. ഇനി നമ്മൾക്ക് മാർക്കറ്റ് ഡിമാൻഡ് കാണണം. മാർക്കറ്റ് ഡിമാൻഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിമാൻഡ് സ്കെഡ്യൂൾ എല്ലാം എടുത്തെഴുതണം. പ്രൈസ് 5, 4, 3, 2, 1 ഇത് തന്നെ ഇങ്ങോട്ട് എടുത്തെഴുതി. ഈ dx1ൻ്റെ ഉത്തരങ്ങൾ മാത്രം എടുത്തെഴുതാം. 25, ഇവിടെ 20, 26. ഈ ഉത്തരങ്ങൾ dx3യുടെ 35. ഇനി മാർക്കറ്റ് ഡിമാൻഡ് സ്കെഡ്യൂൾ കാണാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു dx1 + dx2 + dx3. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ നമ്മൾക്ക് മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. 25 + 35 + 20, ഉത്തരം 80. 30, 26, 38 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 94. 35, 32, 41 ആഡ് ചെയ്യുമ്പോൾ 108. അപ്പോൾ ഇതാണ് നമ്മൾക്ക് വേണ്ട ഉത്തരം. പായം തന്നെ ഹൗസ് ഹോൾഡ് ഡിമാൻഡ് സ്കെഡ്യൂൾ കാണുമ്പോൾ
DX1-ൻ്റെ ഉത്തരങ്ങൾ, DX2-ൻ്റെ ഉത്തരങ്ങൾ, DX3-യുടെ ഉത്തരങ്ങൾ കാണാം. മാർക്കറ്റ് ഡിമാൻഡ് സ്കെഡ്യൂളിൻ്റെ ഉത്തരങ്ങളാണ് ഈ കിട്ടിയേക്കുന്ന 5 എണ്ണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. താങ്ക് യു വെരി മച്ച്.